നമ്മൾക്ക് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ പരിശോധനയാണ്. അവിടെ ഫോറൻസിക് പരിശോധനയും അതുപോലെ ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്ടും ഡോഗ് സ്ക്വാഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ പരിശോധനയാണ് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ നടത്തിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു റൂട്ടിൽ ഈ കുട്ടിയും ഫാമിലിയും സഞ്ചരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് അവരുടെ മൊഴികളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഇവിടെ അടുത്തുള്ളൊരു കുളത്തിലാണ് അവർ പല ദിവസങ്ങളിലെയും വന്നു പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ട് അവർക്ക് പരിചയമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ബാക്കി നമ്മൾക്ക് ആ സ്ഥലത്തിൽ നിന്നും ഇതൊരു റെയിൽവേ ട്രാക്കിൻ്റെ സമീപ പ്രദേശമായതുകൊണ്ടും അതൊരു അളൊഴിഞ്ഞ് കിടക്കുന്നൊരു സ്ഥലമായതുകൊണ്ടും വർഷങ്ങളായിട്ടുള്ള പല വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു കാര്യം പറയാൻ വേണ്ടി കഴിയുള്ളൂ. കുട്ടിയെ കൊണ്ട് കിടത്തിയതാണെന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. ഇല്ല, നമ്മൾക്ക് ആ ഒരു സ്ഥലത്തേക്ക് കുട്ടി എത്തുന്നതിനുള്ള, അതായത് ഈ കുട്ടി ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം ചെറിയ പ്രായമുള്ള കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടി കുറച്ച് ആക്റ്റീവായിട്ട് ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്രമാത്രം കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം കുട്ടിയുടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും അതുപോലെ അതിനുശേഷമുള്ള ഫാമിലിയുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും അന്വേഷിക്കേണ്ടതായിട്ട് വരും. ചില CCTV ദൃശ്യങ്ങളുണ്ട്, അതിൽ നമുക്ക് എന്തെങ്കിലും കുട്ടിയായിട്ട് വരുന്നതാണ് ഒരാളിങ്ങനെ വരുന്നതായി കാണുന്നത്? ഇല്ല, അത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയുള്ളൊരു വിഷ്വൽ അല്ല. ആ വിഷ്വൽ അതല്ല. നമുക്ക് CCTV ദൃശ്യങ്ങളിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള നമ്മുടെ കയ്യിൽ ഇനിയും അനാലിസിസ് ചെയ്യേണ്ട പുതിയ കുറേ വിഷ്വൽസ് നമ്മൾ ഈ ഒരു സ്പോട്ടുമായി ബന്ധപ്പെട്ടിട്ട് അനാലിസിസ് സ്റ്റേജിലാണ്. പക്ഷേ ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സംശയപരമായിട്ടുള്ളത് കുട്ടിയുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതെ, അത് കുട്ടിയായിട്ടുള്ളതല്ല എന്നുള്ളത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിലുള്ള ഈ റൂട്ടിലേക്കുള്ള പല ബൈ റോഡുകളിൽ നിന്നുള്ള വിഷ്വൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കൂടുതലായിട്ടുള്ള പരിശോധനകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഇല്ല, രേഖാചിത്രം എന്ന് പറയുന്നത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതായത് അവിടെ ഒരു കുട്ടി ഒരു മൊഴി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പക്ഷേ പിന്നീടും അങ്ങനെ ഒരു ആളെ കണ്ടതായിട്ട് തന്നെ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് പിന്നീട് ആ കാര്യത്തേക്ക് നമ്മൾ പോവാത്തത്. കുട്ടിയുടെ കുടുംബത്തെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും അന്വേഷണമുണ്ടോ സാർ? അന്വേഷണം എന്നുള്ളത് അവർ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്ഥലത്തേക്ക് വന്നതും ഈ ഏരിയയുമായിട്ട് അവരുടെ ഫെമിലിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഈ ദിവസങ്ങളിൽ ഈ കുട്ടിയുടെ ഒരു ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് കുട്ടിയുടെ ഉൾപ്പെടെയുള്ള മൊഴി നമ്മൾക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് പരിചയത്തിലുള്ള ആൾക്കാരും ഈ ഏരിയയിലേക്ക് വന്നു പോകുന്ന ആൾക്കാരുടെയൊക്കെ തന്നെ കൂടുതലായിട്ടുള്ള മൊഴികൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് രേഖപ്പെടുത്തും. കുട്ടിയുടെ ഫാമിലിയിലുള്ളവർ ഈ പ്രദേശവാസികളായ ചില ആളുകളുമായി വൈകുന്നേരങ്ങളിൽ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആ ഭാഗങ്ങളൊക്കെ പരിശോധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും തരത്തിലേക്കുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും പരിശോധിക്കും. അതായത് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കണ്ടാൽ അറിയാം, ഇത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡെപ്തുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ സ്ഥലത്തേക്കുള്ളതിൽ ഇവിടെ നമ്മൾക്ക് ഒരു കൂടുതലും ആൾക്കാർ ഒരുപാടില്ലാത്തൊരു ഏരിയയാണ്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളാണെങ്കിലും. എന്നാൽ ഇടവിട്ടൊക്കെ ആൾക്കാർ പോകുന്ന, എന്നാൽ ട്രെയിൻ നിരന്തരമായിട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായ ഒരു എൻക്വയറി നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് വന്നു പോകാൻ പറ്റുന്നൊരു സാഹചര്യവും ഇവിടേക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തേക്ക് ഇവർ നിരന്തരമായിട്ട് നടന്നു പോകുന്നതാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഈ കുട്ടികൾ തന്നെ പറയുന്നത് ഈ സ്ഥലത്തേക്ക് ഇവർ നടന്നു പോകാറുണ്ട് എന്നുള്ളൊരു ഭാഗം കൂടി അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഏതർ ഓഫ് ദാറ്റ് നമുക്കത് വെരിഫൈ ചെയ്യേണ്ട ഒരു ഫാക്റ്റാണ്.